നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSC യുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്കു വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC 2024 മാത്രം ചോദിച്ച പ്രസ്താവന ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട വിശദീകരണവുമാണ്. സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഭാഗം വിശദമായി പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഭാഗത്തു നിന്ന് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം: ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് സമരങ്ങൾ തന്നിരിക്കുന്നു. അവ നടന്ന വർഷത്തിനനുസരിച്ച് നമ്മൾ ക്രമമായിട്ട് അവയെ അറേഞ്ച് ചെയ്യണം. ഇതാണ് PSC ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമതായി തന്നിരിക്കുന്നു നിസ്സഹകരണ പ്രസ്ഥാനം, രണ്ടാമതായി ഖേദ സത്യാഗ്രഹം, മൂന്നാമത് ചമ്പാരൻ സത്യാഗ്രഹം, നാലാമത് സിവിൽ ലംഘന പ്രസ്ഥാനം. ഇനി നമുക്ക് ഇവയൊക്കെ നടന്ന വർഷം എന്ന് നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എത്രയാ സുഹൃത്തുക്കളെ? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1920. ഖേദ സത്യാഗ്രഹം എന്ന സുഹൃത്തുക്കളെ 1918 ഖേദ സത്യാഗ്രഹം നടക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് എന്നാണ് 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1930 അല്ലെ സുഹൃത്തുക്കളെ? അപ്പോൾ ഒന്നുകൂടി പറയാം. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1920, ഖേദ സത്യാഗ്രഹം വർഷം 1918, ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917, സിവിൽ നിയമലംഘന പ്രസ്ഥാന വർഷം 1930. ഓക്കെയാണ്. ഇനി നമുക്ക് ഇവയുടെ വർഷത്തിനനുസരിച്ച് ക്രമീകരിച്ചാൽ മാത്രം മതിയല്ലോ സുഹൃത്തുക്കളെ. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ആരായിരിക്കും? ചമ്പാരൻ സത്യാഗ്രഹം ആയിരിക്കും അല്ലെ ആദ്യം വരാനുള്ളത്. കാരണം 1917 നടന്നത് ചമ്പാരനാണ്. ഈ തന്നിരിക്കുന്ന സമരങ്ങളിൽ ഏറ്റവും ആദ്യം നടന്നതും ചമ്പാരൻ സത്യാഗ്രഹമാണ്. അതുകൊണ്ട് നമ്പർ 3 നമുക്ക് ആദ്യം ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ നോക്കണം. അങ്ങനെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ PSC കൊടുത്തിട്ടുള്ളൂ. അത് ഓപ്ഷൻ A ആണ്. അതുകൊണ്ട് അത് നമുക്ക് ഉത്തരമായിട്ട് നൽകാം. അപ്പോ മൂന്നാമതായിട്ട് ആര് വരണം? ചമ്പാരൻ സത്യാഗ്രഹം വരണം. അതിനുശേഷം ആര് വരണം? ഖേദ സത്യാഗ്രഹം വരണം. അതായത് 2 വരണം. അതിനുശേഷം ആര് വരണം സുഹൃത്തുക്കളെ? നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം വരണം. അതായത് 1 വരണം. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം വരാനുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എങ്ങനെ വരണം? 3, 2, 1, 4 ഈ ക്രമത്തിലായിരിക്കും നമ്മുടെ ഉത്തരം വരേണ്ടത്. പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം: ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്? ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, PSC ഒന്നുകിൽ താഴെ പറയുന്നവർ ശരിയായത് ഏത്, അല്ലെങ്കിൽ താഴെ പറയുന്നത് തെറ്റായത് ഏത്, ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം ചെയ്യാനുള്ള കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ശരിയാണോ തെറ്റാണോ ചോദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിലങ്ങ് അണ്ടർലൈൻ ചെയ്തങ്ങിടണം. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്തങ്ങിടുക. കാര്യം എന്തെന്ന് പറഞ്ഞാല്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഓപ്ഷൻസ് ഒക്കെ വായിച്ചു വന്നിട്ട് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ശരിയാണോ തെറ്റാണോ PSC ചോദിച്ചത്, വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് അവിടെ സമയം നഷ്ടപ്പെടും. പിന്നെ നമുക്കത് കൺഫ്യൂഷൻ കൂട്ടും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടെൻഷൻ കൂടും. നമ്മൾ കൊടുക്കുന്ന ഉത്തരം തെറ്റാവും. അപ്പോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ആദ്യ സുഹൃത്തുക്കൾ ചെയ്യാനുള്ളത്, PSC എന്താണോ ചോദിച്ചിരിക്കുന്നത്, ശരിയാണോ തെറ്റാണോ, അത് ഏതോ ആവട്ടെ, അതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണ്? ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചിരിക്കുന്നു. ഞാൻ ആ ശരിക്ക് എന്ത് ചെയ്തു? അണ്ടർലൈൻ ചെയ്തു. എനിക്ക് ഇനി താഴോട്ട് എന്ത് വായിച്ചു കഴിഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കിയാൽ താഴെ പറയുന്ന പോയിന്റിൽ ശരിയാണോ തെറ്റാണോ PSC ചോദിച്ചിരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എക്സാം ഹാളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായിട്ടുള്ള കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. വളരെ ശരിയായിട്ടൊരു പോയിന്റ് ആണല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ശിലകളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ശരിയാണല്ലേ? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായിട്ടുള്ള കട്ടിയുള്ള ഭാഗമാണ് എന്ത്? ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്.
ഭൂമിയുടെ ഭൂവൽക്കവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും എടുത്തു തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലാസ്സിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ദയവായി കയറി കാണുക സുഹൃത്തുക്കളെ. വ്യക്തമായിട്ട് ഈ 3 പോയിന്റ്സ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നടക്കം തന്നെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, സമുദ്രതട ഭൂവൽക്കത്തിന് വൻകരാ ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകരാ ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അതും ശരിയാണ്. സമുദ്രതടത്തിനാണ് അല്ലെങ്കിൽ സമുദ്രതടത്തിന്റെ ഭാഗമായി വരുന്ന ഭൂവൽക്കത്തിനാണ് ഏറ്റവും കുറവ് കട്ടിയുള്ളത് എന്നും നമ്മൾ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നു, ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിലെ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. അത് തെറ്റാണ് കേട്ടോ. പർവ്വത മേഖലകളിലെ ഭൂവൽക്കത്തിന്റെ കട്ടി ഏറ്റവും കൂടുതലാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹിമാലയൻ പർവ്വത മേഖലകളിലെ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണെന്നുള്ളത് തെറ്റാണ്. ഹിമാലയൻ പർവ്വത മേഖലയിൽ നല്ല ഏതൊരു പർവ്വത മേഖലയിലും ഭൂവൽക്കത്തിന് കനം കൂടുതലായിരിക്കും. ഭൂവൽക്കത്തിന് കനം കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ് സുഹൃത്തുക്കളെ? 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. 3 തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. തിരമാലകൾ എന്നാൽ എന്ത് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായി PSC പറഞ്ഞിരിക്കുന്നു, ജലത്തിന്റെ ചലനമാണ് തിരമാലകൾ എന്ന് പറയുന്നത്. ജലത്തിന്റെ ചലനമാണ് തിരമാലകൾ എന്ന് പറയുന്നത്. ശരിയാണല്ലേ സുഹൃത്തുക്കളെ? ജലത്തിന്റെ പെട്ടെന്നുള്ള വേവ് ഫോമിലുള്ള ചലനമല്ലേ, അല്ലെങ്കിൽ തരംഗ രൂപത്തിലുള്ള ജലത്തിന്റെ ചലനം അറിയപ്പെടുന്ന പേരാണ് തിരമാലകൾ എന്ന്. ശരിയാണ് ഉത്തരം. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹമാണ് തിരമാലകൾ. അത് ശരിയാണെന്ന് പറയാൻ കഴിയില്ല. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹമാണ് തിരമാലകൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനമാണ് തിരമാലകൾ. അതും ഉത്തരം ശരിയാണ്. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനത്തെ നമുക്ക് എന്തെന്ന് പറയാം? തിരമാലകൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തിരമാലകളെ സ്വാധീനിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് സുഹൃത്തുക്കളെ. ഇവയെല്ലാം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവയെല്ലാം നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് LDക്കൊക്കെ ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ നമ്മുടെ ക്ലാസ് സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും. അതുകൊണ്ട് പഠിക്കുക. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? തിരമാലകൾ എന്ന് പറയുന്നത് ജലത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ്. വളരെ ശരിയായ ഉത്തരം. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹത്തെ നമുക്ക് തിരമാല എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനത്തെ നമുക്ക് എന്തെന്ന് പറയാം? തിരമാലകൾ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. പഠിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കണ്ടോ സുഹൃത്തുക്കളെ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തിരമാലയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ എനിക്കിവിടെയുള്ള ഉപയോഗം എന്താണ്? ഈ 3 സ്റ്റേറ്റ്മെന്റും വായിച്ച് തീർന്നിട്ട് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് പിന്നെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കേണ്ട ആവശ്യമില്ല. തെറ്റാണോ ശരിയാണോ അതിൽ അപ്പോഴേ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ ആണേ? അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കുറവാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കുറവാണ്. അത് തെറ്റാണ് കേട്ടോ. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ് കേട്ടോ. കിഴക്കൻ തീരസമതലത്തിന് വീതി വളരെയധികം കൂടുതലാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ പശ്ചിമ തീരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. എന്നാൽ കിഴക്കൻ തീരം എന്ന് പറഞ്ഞാൽ അതിബൃഹത്താണ് കേട്ടോ. നല്ല വീതിയുണ്ട്. കാര്യം അവിടെ ഡെൽറ്റ ഫോർമേഷൻ ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ അതിന്റെ വീതി കൂടുന്നത്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള ഉത്തരമാണ്. കിഴക്കോട്ടൊഴുകി, അതായത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളുടെ ഭൂരിഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്? പൂർവ്വ തീരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കിഴക്കൻ തീരങ്ങളില് വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. ശരിയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അല്ലേ സുഹൃത്തുക്കളെ സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്? സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് ഗംഗ ബ്രഹ്മപുത്ര നദികൾ തമ്മിൽ ചേർന്ന് രൂപീകരിക്കുന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പൂർവ്വ തീരത്തിന്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ നമ്മുടെ കിഴക്കൻ തീരത്തിന്റെ ഭാഗമായാണ്. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ സമതലങ്ങൾ. വളരെ ശരിയാണ്. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ്
പശ്ചിമ തീര സമതലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേറൊന്നുമില്ല, നമ്മുടെ കേരളം അടങ്ങുന്ന പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് പണ്ട് കാലത്ത് നമ്മുടെ കിഴക്കൻ തീരം പോലെ തന്നെ പടിഞ്ഞാറൻ തീരവും അതിവിശാലമായിരുന്നു. എന്നാൽ അപരദന പ്രക്രിയ മൂലവും അതുപോലെ തന്നെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെന്റ്സ് മൂലവും അല്ലെങ്കിൽ ഫലകങ്ങളുടെ ചലനം മൂലവും എന്ത് സംഭവിച്ചു, നമ്മുടെ പശ്ചിമ തീരം എന്ത് ചെയ്തു, സമുദ്രത്തിലേക്ക് അല്പം ആഴ്ന്നു പോവുകയാണ് ചെയ്തത് കേട്ടോ. നമ്മുടെ സമുദ്രത്തിലേക്ക് അല്പം ആഴ്ന്നു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ പശ്ചിമ തീരത്തിന് വീതി കുറയാനുള്ള കാരണം. വ്യക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ ഭാഗം പഠിക്കുക. അപ്പൊ PSC ഇവിടെ തെറ്റായത് ഏത് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? തെറ്റായത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ഇവിടെ തെറ്റ്, 2ഉം 3ഉം ശരിയായിട്ടുള്ള പോയിന്റ്സ് ആണ്. പഠിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. എ പോയിന്റ്. ബി എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള അത്യുൽപാദന മേന്മയുള്ള വിളകൾ കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. സി എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയായിരുന്നു. ഡി എന്ന് പറയുന്നത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. മേൽ പറഞ്ഞതിലെ ഒന്നും ശരിയായിട്ടുള്ള ഉത്തരമല്ല. കാരണം എന്തെന്ന് ചോദിച്ചാല് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം ഒരിക്കലും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിളകൾ കൊണ്ടുവന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് അത്യുൽപാദന ശേഷികളുള്ള വിളകള് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നതോടുകൂടിയാണ് നമ്മുടെ ഇന്ത്യൻ കാർഷിക മേഖലയിൽ പെട്ടെന്നൊരു വളർച്ചയുണ്ടായി. കാരണം എന്തെന്ന് ചോദിച്ചാല് കീടങ്ങൾ ആക്രമിക്കാത്ത രീതിയിലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളായിരുന്നു അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ 2ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റും തെറ്റാണ്. അതുപോലെ ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം 1970 പകുതിയിലല്ല ആരംഭിച്ചതെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകളും തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവയൊന്നുമല്ല എന്നുള്ള ഡി എന്നുള്ള ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി 1991 ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് PSC ചോദിക്കുന്നത്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. LDC LGS ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ന്യൂ എക്കണോമിക് പോളിസി 1991 പഠിച്ചിട്ടേ പോകാവൂ. ഇപ്പൊ PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണിത്. അതുകൊണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇത് പഠിച്ചിട്ടേ പോകാവൂ. ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാര നയത്തിനകത്ത് നയങ്ങളെ 2ആയിട്ട് തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികൾ അഥവാ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും അതുപോലെ ഘടകപരമായ പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സും ഇങ്ങനെ 2ആയിട്ട് നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് 1ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. യോജിക്കാത്ത പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. അതായത് ന്യൂ എക്കണോമിക് പോളിസി 1991 2 നയങ്ങളായിട്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. 1ാമത്തേതിനെ നമ്മൾ സുസ്ഥിരമാക്കൽ നടപടികൾ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ 2ാമത്തേതിനെ ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ് എന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടാണ് നമ്മൾ ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കരണ നയം കൊണ്ടുവന്നത്. സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവു ശിഷ്ടത്തിലെ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിന് കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിനുമായി ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. ബിയും ശരിയായിട്ടുള്ള ഉത്തരമാണ്. സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവു ശിഷ്ടത്തിലെ അതായത് അടവു ശിഷ്ടം എന്ന് വെച്ചാൽ ബാലൻസ് പേയ്മെന്റ് നമുക്ക് ഇംഗ്ലീഷിൽ പറയും കേട്ടോ. ഇത് കമ്മി പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുന്നതിനും പ്രധാനമായിട്ടും ഇത് ലക്ഷ്യം വെച്ചിരുന്നു. ഘടനാപരമായ പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റീഫോംസ് ഹ്രസ്വകാല നടപടികളാണ്. അത് തെറ്റായിട്ടുള്ള ഒരു ഉത്തരമാണ് കേട്ടോ. അത് സുഹൃത്തുക്കൾ ഓർക്കുക, അത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ഘടനാപരമായ പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് ഹ്രസ്വകാല നടപടിയല്ലായിരുന്നു. അതൊരു ലോങ് ടൈം പ്രോസസ് ആയിരുന്നു. വളരെ ദീർഘകാലം എടുക്കുന്ന ഒരു നടപടിയായിരുന്നു ഘടനാപരമായിട്ടുള്ള പരിഷ്കരണ നയങ്ങൾ എന്നുള്ളത്. ഡി എന്ന് പറയുന്നത് ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് ഇവ എന്തെന്നൊക്കെ പഠിക്കാം. ഘടനാപരമായിട്ടുള്ള പരിഷ്കരണ നയങ്ങളിലെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു
പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് യോജിക്കാത്ത പോയിന്റ് എന്ന് ചോദിച്ചാൽ സി ആണ്. കാരണം ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചറൽ റീഫോം എന്ന് പറയുന്നത് വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആയിരുന്നു. അതുകൊണ്ട് ഈ ന്യൂ എക്കണോമിക് പോളിസി 1991 ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ് പഠിക്കുക. നമ്മുടെ 17ാമത്തെ ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് PSC ചോദിക്കുന്നത്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തല്. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ അത് നീതി ആയോഗിന്റെ ഭാഗമാണ്. സഹകരണ ഫെഡറലിസം നീതി ആയോഗിന്റെ എയിമിനകത്ത് കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട് സഹകരണ ഫെഡറലിസം എന്നുള്ളത്. അതുപോലെ തന്നെ നിരീക്ഷണവും വിലയിരുത്തലും ശരിയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എപ്പോഴും ആരാണ്? നീതി ആയോഗ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ, നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ഈ മുകളിൽ പറഞ്ഞ 3 നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നീതി ആയോഗ് എന്നാ സുഹൃത്തുക്കളെ നിലവിൽ വന്നത്? 2015 ജാനുവരി മാസം 1-ാം തീയതിയാണ് അല്ലെ? 2015 ജാനുവരി മാസം 1-ാം തീയതിയാണ് നീതി ആയോഗ് എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാ സുഹൃത്തുക്കളെ? ചെയർമാൻ ആരായിരിക്കും? ചെയർമാൻ എപ്പോഴും ഒരു എക്സ് ഒഫിഷ്യോ പോസ്റ്റ് ആയിരിക്കും. അതാരാണ്? നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ ആണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് PSC ചോദിച്ചത്. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തുന്നത് നീതി ആയോഗ് തന്നെയാണ്. സഹകരണ ഫെഡറലിസം അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സഹകരണ ഫെഡറലിസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ നിരീക്ഷണവും വിലയിരുത്തലും, അതായത് നീതി ആയോഗിന്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികളെ നിരീക്ഷിക്കുകയും അവയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നത് നീതി ആയോഗാണ്. അപ്പോ മുകളിൽ പറഞ്ഞ 3 നീതി ആയോഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇവയെല്ലാം നീതി ആയോഗിന്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി മാസം 1-ാം തീയതി. നമ്മുടെ നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എക്സ് ഒഫിഷ്യോ പോസ്റ്റ് ആണ്. അപ്പോൾ ആരാണ് അതിന്റെ ചെയർമാൻ? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അടുത്ത നമ്മുടെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് തെറ്റ് ഏതൊക്കെയാണ് ശരി എന്നുള്ളത്. 1-ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നു, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. തെറ്റായ പോയിന്റ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നുമാണ്. നമ്മൾ പഠിച്ചതല്ലേ സുഹൃത്തുക്കളെ? അയർലൻഡിൽ നിന്നുമാണ്. അപ്പോ സുഹൃത്തുക്കൾ ആ പോയിന്റ് മറക്കരുത്. നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. അപ്പൊ 1-ാമത്തെ പോയിന്റ് തെറ്റായ. കോടതിയെ സമീപിക്കാവുന്നതാണ്. തെറ്റാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരനും കോടതിയെ സമീപിക്കാൻ കഴിയില്ല. പഠിച്ചോളണേ. കൃത്യമായിട്ട് PSC ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കുന്നതാണ്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു ഇന്ത്യൻ പൗരന് കോടതിയിൽ സമീപിക്കുവാൻ കഴിയില്ല. പഠിക്കുക. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്. കൃത്യമായിട്ട് മാർഗനിർദ്ദേശ തത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഏതാണ്? മാർഗനിർദ്ദേശ തത്വങ്ങൾ. അത് മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. അവിടെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ ഈ ഭാഗം ശ്രദ്ധിക്കുക. 4-ാമത്തത്, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതും എന്താണ്? ശരിയായിട്ടുള്ള ഉത്തരമാണ്. അന്താരാഷ്ട്ര സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മാർഗനിർദ്ദേശ തത്വങ്ങളിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടത്തെ ശരിയായ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ PSCക്ക് വേണ്ടത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇത് തെറ്റായത് 1ഉം 2ഉമാണ്. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? 19ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് PSC ചോദിച്ചെന്താണ്? മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവന. ഈ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 1, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നു. തെറ്റാണ്. അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് നമ്മള് മാർഗനിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്. കോടതിയെ സമീപിക്കാവുന്നതാണ്. തെറ്റാണ്. മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യമോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ പൗരനും അതിനെതിരെ പോയിട്ട് കേസ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങള് കോടതിയിൽ ചെന്നിട്ട് നമുക്ക് സ്ഥാപിച്ചെടുക്കുവാൻ കഴിയില്ല. ഇവിടെ വെച്ച് ഇത് ഉറപ്പിച്ചങ്ങ് പഠിക്കുക.
പിന്നെ വില്ലേജുകളെയും പഞ്ചായത്തുകളെയും പ്രോത്സാഹിപ്പിക്കുന്നു. വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. വില്ലേജുകളെയും പഞ്ചായത്തുകളെയും പ്രോത്സാഹിപ്പിക്കുന്നു ഏതാ? മാർഗനിർദ്ദേശ തത്വങ്ങളില്. അതുപോലെ അന്താരാഷ്ട്ര സമാധാനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു മാർഗനിർദ്ദേശ തത്വങ്ങളില്. മാർഗനിർദ്ദേശ തത്വങ്ങൾ ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെ സുഹൃത്തുക്കളെ? 36 മുതൽ 51 വരെയാണ് അല്ലെ. മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ്. ഇത് ഏത് ഭാഗത്താ സുഹൃത്തുക്കളെ വരുന്നത്? 4ാമത്തെ ഭാഗത്തിലാണ്. പാർട്ട് 4 അല്ലെങ്കിൽ ഭാഗം 4-നകത്താണ് എന്തിനെ കുറിച്ച് പറയുന്നത്? മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. സുഹൃത്തുക്കളെ ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാ സുഹൃത്തുക്കളെ? ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 40 ആണ് കേട്ടോ അല്ലെ. ആർട്ടിക്കിൾ 40-ലാണ് നമ്മള് ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 51 ആണ്. അപ്പൊ 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ കൂടി നമ്മളോട് പഠിച്ചേ. ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51 എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയ സുഹൃത്തുക്കളെ പറഞ്ഞിരിക്കുന്നത്? അന്താരാഷ്ട്ര സമാധാനം. അപ്പോൾ ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കും. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരിയായ പ്രസ്താവന ശരിയായ നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നു 44ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. അത് തെറ്റാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. തെറ്റാണ്. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 52ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. അതും എന്താണ്? തെറ്റാണ്. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ശരിയാണ്. 73ാം ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സമ്പ്രദായം എന്ത് ചെയ്തു? നടപ്പിലാക്കി. 74ാമത് ഭേദഗതിയിലൂടെ നഗരപാലിക ബിൽ നടപ്പിലാക്കി. നഗരപാലിക ബിൽ നടപ്പിലാക്കി. കേൾക്കുമ്പോ നമ്മൾ അന്തം വിട്ടുപോകും. ഹിന്ദിയില് നഗരപാലിക ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, നമ്മുടെ മുനിസിപ്പാലിറ്റി ബില്ല്. അത് എന്ന കാര്യം, ഈ മുനിസിപ്പാലിറ്റിനെ ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ നഗരപാലിക എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ മുനിസിപ്പാലിറ്റിനെയാണ് നഗരപാലിക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ 74ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നഗരപാലിക ബില്ല് അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ബില്ല് നടപ്പിലാക്കിയ. PSC ചോദിക്കുന്ന രീതി കണ്ടോ. ഹിന്ദിയിലെ നഗരപാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? 44ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനാ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. തെറ്റാണ്. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. അതും തെറ്റാണ്. 73ാമത് ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ശരിയാണ്. 74ാമത് ഭേദഗതിയിലൂടെ നഗരപാലിക ബിൽ നടപ്പിലാക്കി. അതും ഉത്തരം എന്താണ്? ശരിയാണ്. ഇവിടെ ശരിയായ ഉത്തരം C ആണ്. 3ഉം 4ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. ഇനി 44ാം ഭേദഗതി എന്താ സുഹൃത്തുക്കളെ പറയുന്നത്? 44ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത് സ്വത്തവകാശത്തെ പറ്റിയാണ് അല്ലേ സുഹൃത്തുക്കളെ. സ്വത്തവകാശത്തെ എന്താക്കി മാറ്റി? വെറും നിയമപരമായ അവകാശമാക്കി മാറ്റി. ആ ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. ഇപ്പൊ നമ്മുടെ സ്വത്തവകാശം എവിടെയാ കിടക്കുന്നത്? 300A അല്ലേ. നമ്മുടെ ആർട്ടിക്കിള് അല്ലെങ്കിൽ അനുച്ഛേദം 300A എന്ത് കിടക്കുന്നത്? ഇപ്പോൾ നമ്മുടെ സ്വത്തവകാശം കിടക്കുന്നത് ഓർക്കുക. ഇനി നമ്മൾ പറഞ്ഞതാണ് 52ാം ഭരണഘടനാ ഭേദഗതി. 52ാം ഭരണഘടനാ ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ സുഹൃത്തുക്കളെ? ഓർക്കുക. അതാണ് കൂറുമാറ്റ നിരോധന നിയമം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയത് 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. എന്നാ സുഹൃത്തുക്കളെ 52ാം ഭരണഘടനാ ഭേദഗതി വന്നത് 1985 കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. 1985 52ാം ഭരണഘടനാ ഭേദഗതി വന്നത്. ഈ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയത്. അപ്പൊ ആ പോയിന്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. 44ാം ഭരണഘടനാ ഭേദഗതി എന്താണ് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്? സ്വത്തവകാശം അല്ലെങ്കിൽ അതുവരെ മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശത്തെ അവിടെ നിന്ന് മാറ്റിയിട്ട് നിയമപരമായ ഒരു അവകാശം മാത്രമാക്കി മാറ്റി. സ്വത്തവകാശം ഇപ്പോ സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ്? 300A കിടക്കുന്നത്. എവിടെയാണ്? 300A കിടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 52ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്താണെന്ന് ചോദിച്ചാൽ അത് കൂറുമാറ്റ നിരോധന നിയമം. അത് നിലവിൽ വന്നത് 1985 കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 52ാം ഭരണഘടനാ ഭേദഗതി വർഷം 1985 പടി. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ശരിയാണല്ലേ സുഹൃത്തുക്കളെ? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ മാസം 9-ാം തീയതി തന്നെയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആയിരുന്നു. അതും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയുടെ സമ്മേളനത്തില് ആദ്യം പങ്കെടുത്ത വ്യക്തിത്വങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 207 ആയിരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 7 ആണ്. അത് തെറ്റാണ് സുഹൃത്തുക്കളെ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? 15 ആണ്. പഠിച്ചോളണേ, ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 15 ആണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. എയും ബിയും മാത്രമേ ശരിയുള്ളൂ. സി എന്താണ്? തെറ്റാണ്. ആദ്യ സമ്മേളനം അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മൊത്തം വനിതകളുടെ എണ്ണം എത്രയാണ്? 15 ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 389 പേരാണ്. അതിൽ തന്നെ ഇനി ഇതിൽ എത്ര മലയാളി വനിതകൾ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ? മലയാളി വനിതകൾ എത്ര പേരാണ് സുഹൃത്തുക്കളെ? മലയാളി വനിതകൾ 3 പേരായിരുന്നു അല്ലെ? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അതുപോലെ തന്നെ ആനി മസ്കരിൻ അല്ലേ? അപ്പോ ഏതൊക്കെയാണ് സുഹൃത്തുക്കളെ ആ വനിതകള്? നമ്മുടെ ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥനും ആനി മസ്കരിനും അല്ലെ? ഡാന്നങ്ങ് പഠിച്ചു വെച്ചിരുന്ന കേട്ടോ. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്കരിൻ, ഇങ്ങനെ 3 പേരായിരുന്നു അല്ലെങ്കിൽ 3 മലയാളി വനിതകളായിരുന്നു എന്തിൽ പ്രവർത്തിച്ചിരുന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിന് പങ്കെടുത്ത മലയാളി വനിതകള്. താഴെ പറയുന്നവരിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രസ്താവന എന്ന്. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. അത് തെറ്റാണ് കേട്ടോ. നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി സുപ്രീം കോടതി ജഡ്ജിയായ വർഷം എത്രയെന്ന് ചോദിച്ചാല് 1989 ആണ് കേട്ടോ. 1989 ആണ് കേട്ടോ. അതാണ് അവിടെ വന്ന തെറ്റ്. 1989 സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജഡ്ജിയായിട്ട് ആര് കയറുന്നത്? നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി കയറുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി വനിത. ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളി വനിതയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീവി തന്നെയാണ്. ശരിയാണ് കേട്ടോ. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. വർഷം ചോദിച്ചാൽ 1983 ആയിരുന്നു. 1983 നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീബി കേരള ഹൈക്കോടതിയുടെ ജഡ്ജി ആയിട്ടിരുന്നത്. വർഷം 1983 അന്തരിച്ചത് 2023 നവംബർ മാസം 22-ാം തീയതി. അത് തെറ്റാണ് കേട്ടോ. PSC വളരെ ക്ലോസ് ആയിട്ട് എടുത്ത് ചോദിച്ചതാണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നവംബർ മാസം 23-ാം തീയതിയാണ് കേട്ടോ അന്തരിക്കുന്നത്. ജസ്റ്റിസ് ഫാത്തിമ ബീബി അന്തരിച്ച വർഷം 2023 നവംബർ മാസം 23-ാം തീയതിയാണ് അന്തരിക്കുന്നത്. അന്ന് നമ്മൾ കോഡിൽ പറഞ്ഞിരുന്നു 23 പഠിച്ചു വെച്ചോളണം എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് ആ ചോദ്യം ചോദിച്ചു. 2023 നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിക്കുന്നത്. അതും നവംബർ മാസം 23-ാം തീയതിയാണ്. ഈ ചോദ്യം കൃത്യമായിട്ട് LGS സുഹൃത്തുക്കൾ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. നവംബർ മാസം 23-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രമാണ് ശരി കേട്ടോ. 2ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയെന്നുള്ളത്. അപ്പോ താഴെ പറയുന്ന ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളി വനിതയാണ്. അതുപോലെ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ബാക്കി 2 പോയിന്റും തെറ്റാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് ഫാത്തിമ ബീവി ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു എന്ന് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഏത് സംസ്ഥാനത്തിന്റെ സുഹൃത്തുക്കളെ? തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ആയിരുന്നു. ഏതായിരുന്നു? തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ആ വർഷം ഏതാണ് സുഹൃത്തുക്കളെ? 1997 മുതൽ 2001 വരെ ആയിരുന്നു അവർ സെർവ് ചെയ്തത് കേട്ടോ. ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. അന്ന് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായതാണ്. അത് കുറച്ച് ചരിത്രമൊക്കെ അറിയുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അറിയാൻ പറ്റും അന്നത്തെ സംഭവങ്ങളൊക്കെ. അതിലോട്ടൊന്നും നമുക്ക് പോകണ്ട. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു ആര്? ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്നുള്ളത് ഓർക്കുക. ഇതിന്റെ അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ആവുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.